എല്ലാ സുഹൃത്തുക്കൾക്കും വിദ്യാസ് GST അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് GSTR1 ടേബിൾ 12ൽ വന്ന മാറ്റമാണ്. കൂടാതെ നമ്മൾ ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ് ഡീറ്റെയിൽസ് കാണിക്കുന്ന ടേബിൾ 13ലും മാറ്റം വന്നിട്ടുണ്ട്. അതെന്ത് മാറ്റമാണെന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. HSN കോഡ്സ് GSTR1ൽ ടേബിൾ 12ൽ നാം ഇതുവരെ കാണിച്ചുകൊണ്ടിരുന്നത് B2Bയും B2Cയും ഒരുമിച്ചാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ മെയ് മാസത്തെ റിട്ടേൺ ജൂണിൽ കാണിക്കുന്നത് മുതൽ അവിടെ ഒരു സ്പ്ലിറ്റ് അപ്പ് B2Bക്ക് സെപ്പറേറ്റും B2Cക്ക് സെപ്പറേറ്റുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അമെൻമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്, ഈ ഒരു അഡ്വൈസറി വന്നിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ നമ്പർ 78/2020 ഡേറ്റഡ് 15/10/2020 എന്ന നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 78/2020 നോട്ടിഫിക്കേഷനിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത് അപ് ടു ₹5 crores 5 കോടി വരെ ടേൺ ഓവർ ഉള്ളവർ 4 ഡിജിറ്റ് HSN കോഡ് നിർബന്ധമായി കാണിക്കണം. 5 കോടിക്ക് മുകളിലാണ് ടേൺ ഓവർ എങ്കിൽ 6 ഡിജിറ്റ് HSN കോഡ് കാണിക്കണം. കൂടാതെ അവിടെ ഒരു പ്രൊവിഷനും കൂടി പറഞ്ഞിട്ടുള്ളത്, പ്രൊവൈഡഡ് ദാറ്റ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ഹാവിംഗ് അഗ്രിഗേറ്റ് ടേൺ ഓവർ അപ് ടു ₹5 crores in the previous financial year may not mention the number of digits HSN code as specified in the corresponding entry in column 3 of the said table in tax invoice issued by him under the said rules in respect of supplies made to unregistered persons. അൺരജിസ്റ്റേർഡ് പേഴ്സൺസിനാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ 5 കോടിക്ക് താഴെ ഉള്ള ടാക്സ് പേയേഴ്സ് HSN കോഡ് കാണിക്കേണ്ടതില്ല, നിർബന്ധമില്ല, അത് ഓപ്ഷണലാണ് എന്നുള്ള ഒരു പ്രൊവിഷനാണ് ഇവിടെ ഈ ഒരു 78/2020 പറയുന്നത്. അപ്പോൾ ഈ 78/2020 ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന HSN കോഡ് GSTR1 ടേബിൾ 12ൽ മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ നാം പഴയതുപോലെ തന്നെ 5 കോടിക്ക് താഴെയാണെങ്കിൽ B2Bക്ക് മാത്രം കാണിച്ചാൽ മതി. 5 കോടിക്ക് മുകളിലാണെങ്കിൽ B2Bക്കും B2Cക്കും കാണിക്കണം. അവിടെ B2Bക്കും B2Cക്കും ഒരു സ്പ്ലിറ്റ് വാലിഡേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ B2Bക്ക് മാത്രം തന്നെ 5 കോടിക്ക് താഴെയാണെങ്കിൽ HSN കോഡ് ഡിക്ലെയർ ചെയ്താൽ മതി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്വൈസറി നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ റിപ്പോർട്ടിംഗ് ഓഫ് HSN കോഡ്സ് ഇൻ ടേബിൾ 12 ഓഫ് GSTR1 Wide notification number 78/2020, Central Tax dated 15th October 2020. It is mandatory for the taxpayers to report minimum 4 digits or 6 digits of HSN codes in table 12 of GSTR1 on the basis of aggregate annual turnover in the preceding financial year. അതായത് നമ്മൾ നേരത്തെ കണ്ടു 78/2020 തൊട്ട് മുന്നത്തെ വർഷത്തെ ആഗ്രിഗേറ്റ് ആനുവൽ ടേൺ ഓവറിന്റെ ബേസിസിൽ നമ്മൾ 4 ഡിജിറ്റും 6 ഡിജിറ്റും HSN കോഡ് GSTR1 ഡിക്ലെയർ ചെയ്യണം എന്നുള്ളതാണ് ആ നോട്ടിഫിക്കേഷനിൽ നാം കണ്ടത്. To facilitate the taxpayer, these changes are being implemented in a phase wise manner. ഓരോ ഫേസ് ആയിട്ടാണ് ഈ ഒരു HSN കോഡ് GST പോർട്ടലിൽ ഡിക്ലെയർ ചെയ്തത്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. Wherein phase 2 was implemented on GST portal effective from 1st November 2022. നവംബർ 2022 മുതലാണ് phase 2 ഇംപ്ലിമെന്റ് ചെയ്തത്. അതുപോലെ തന്നെ അതിനെ കണ്ടിന്യൂ ചെയ്താണ് മെയ് 2025 റിട്ടേൺ പീരീഡ് മുതൽ ഫേസ് 3 ഇംപ്ലിമെന്റ് ചെയ്യുന്നത് GSTR1ലും 1Aയിലും ടേബിൾ 12ൽ. അപ്പോൾ ഫേസ് 2 ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് മാറ്റമാണ് വന്നിട്ടുണ്ടായിരുന്നതെന്ന്. മാൻഡേറ്ററിലി റിപ്പോർട്ട് 4 ഡിജിറ്റ് HSN കോഡ് ഫോർ, ആദ്യം ഇത് നമുക്ക് ഓപ്ഷണൽ ആയിരുന്നു. ഈ സെക്കൻഡ് ഫേസിലാണ് ഇത് മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവന്നത്. HSN കോഡ് നിർബന്ധമായും കാണിക്കണം, വിത്തൗട്ട് എനി ടേൺ ഓവർ ലിമിറ്റിൽ എല്ലാവരും കാണിക്കണം. എന്നാൽ 5 കോടിക്ക് താഴെ ഉള്ളവർ B2Bക്ക് മാത്രം കാണിച്ചാൽ മതി എന്നുള്ള ഒരു ഇത് സെക്കൻഡ് ഫേസിൽ കൊണ്ടുവന്നിരുന്നു. അതിനെ പിന്തുടർന്ന് തന്നെ തേർഡ് ഫേസ് 3 ഇംപ്ലിമെന്റ് ചെയ്തു. അതിൽ വന്നത് എന്താന്ന് വെച്ചാൽ മാനുവൽ യൂസർ എൻട്രി HSN വിൽ നോട്ട് ബി അലൗഡ്. നമുക്ക് മാനുവൽ ആയി HSN എൻട്രി ചെയ്യാൻ സാധിക്കില്ല. അത് നമുക്ക് HSN കോഡ് ഡ്രോപ്പ് ഡൗൺ
ബോക്സിലൂടെ മാത്രമേ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ കസ്റ്റമൈസ്ഡ് ഡിസ്ക്രിപ്ഷൻ മെൻഷൻ HSN മാസ്റ്റർ വിൽ ഓട്ടോ പോപ്പുലേറ്റ് ഇൻ എ ന്യൂ ഫീൽഡ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ആസ് പെർ HSN കോഡ്. അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ആസ് പെർ HSN കോഡ് എന്നുള്ള ഒരു ടേബിളും കൂടി ഒരു ബോക്സും കൂടി കാണാം. അപ്പൊ ഇങ്ങനെയുള്ള 3 വ്യത്യാസങ്ങളാണ് ടേബിൾ 12ൽ വന്നിട്ടുള്ളത്. അവിടെ 2 വാലിഡേഷൻ വരും. ടേബിൾ 12 വാലിഡേഷൻ വിത്ത് റിഗാർഡ്സ് ടു വാല്യൂ സപ്ലൈസ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ്. These validation will be validate value of B2B supplies shown in different tables 4A 4B. നമുക്കറിയാം GSTR1 4A 4B 6B 6C 8 9A 9B അങ്ങനെയുള്ളതെല്ലാം തന്നെ നമ്മൾ B2B സപ്ലൈസിനാണ് ഈ ഡീറ്റെയിൽസ് ഔട്ട്വേർഡ് കാണിക്കുന്നത്. അവിടെ ഒരു വിത്ത് ദി വാല്യൂ ഓഫ് B2B സപ്ലൈസ് ഷോൺ ഇൻ ടേബിൾ 12 അവിടെ ഒരു B2B വാലിഡേഷൻ കാണും. സിമിലർലി വാലിഡേഷൻസ് വിൽ validate the value of B2C supplies shown in different tables 5A 6A 7A 7B 8 9A. അപ്പോൾ അങ്ങനെയുള്ള B2B സപ്ലൈസിൻ്റെയും B2C സപ്ലൈസിനും 2 സെപ്പറേറ്റ് വാലിഡേഷൻ കാണും. അതുപോലെ അമെൻമെന്റ്സ് ആണെങ്കിൽ ആ ഡിഫറൻഷ്യൽ വാല്യൂവിനാണ് വാലിഡേഷൻ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഒരു 2 സ്പ്ലിറ്റപ്പ് ആയിട്ടുള്ള വാലിഡേഷനാണ് ടേബിൾ 12ൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് പ്രധാന മാറ്റം. However, initially these validations have been kept in warning mode only. തുടക്കത്തിൽ ഈ വാലിഡേഷൻസ് ഒരു വാർണിംഗ് ആയിട്ട് മാത്രമേ നമുക്ക് കാണിക്കുള്ളൂ. That means warning or alert message shall be shown in case of mismatch in values, whereas taxpayers will be able to file GSTR1 in such cases. അപ്പോൾ തുടക്കത്തിൽ ഇത് നമ്മൾ കറക്റ്റായിട്ട് HSN കോഡ് ഡിക്ലെയർ ചെയ്യാതെ വരുമോ, എന്തെങ്കിലും മിസ്മാച്ച് വന്നാൽ അവിടെ ഒരു വാർണിംഗ് മെസ്സേജ് ആണ് കാണിക്കുന്നത്. അതുപോലെ ഫർദർ ഇൻ കേസ് B2B സപ്ലൈസ് നമ്മൾ ഈ പോയിന്റ് ശ്രദ്ധിക്കുക. ഫർദർ ഇൻ കേസ് B2B supplies are reported in other tables of GSTR1, in that case B2B tab of table 12 cannot be left empty. B2B supplies നമ്മൾ ഔട്ട്വേർഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ അവിടെ ടേബിൾ 12 എംറ്റി ആകാൻ പാടില്ല എന്നുകൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് B2B സപ്ലൈസിനാണ് നമ്മൾ ഇപ്പോഴും HSN 5 കോടിക്ക് താഴെയാണെങ്കിൽ കാണിക്കേണ്ടത്. 5 കോടിക്ക് മുകളിലാണെങ്കിൽ 2 രീതിയിലുള്ള സപ്ലൈസിനും B2Bക്കും B2Cക്കും നാം ഉറപ്പായിട്ട് ഈ ഒരു HSN കോഡ് കാണിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ ആ ഒരു സ്പ്ലിറ്റപ്പ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അടുത്തത് ഈ രണ്ടിനും GSTR1 1ലും 1Aയിലും ആ ഒരു സ്പ്ലിറ്റപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഡൗൺലോഡ് HSN കോഡ് ലിസ്റ്റ് എന്നും പറഞ്ഞൊരു പുതിയ ഒരു എക്സൽ ഷീറ്റും കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ആ ഒരു HSN കോഡും SAC കോഡും ചെക്ക് ചെയ്യാനായിട്ട് വുഡ് ബി ഏബിൾ ടു ഡൗൺലോഡ് ആൻ എക്സൽ ഫയൽ വിത്ത് ദി അപ്ഡേറ്റഡ് ലിസ്റ്റ് ഓഫ് HSN ആൻഡ് SAC കോഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് along with their description. അതും കൂടി ഈ ഒരു പോർട്ടലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. The button for product name as in my master has now been made searchable. അവിടെ ഒരു മാസ്റ്റർ ടേബിൾ ഉണ്ടായിരുന്നു നമുക്കറിയാം. അതിപ്പോൾ സെർച്ചബിൾ ആക്കിയിട്ടുണ്ട്. നേരത്തെ അത് സെർച്ചബിൾ അല്ലായിരുന്നു. Taxpayer can search the description provided by them in my master and upon selected of the same നമുക്ക് മാസ്റ്ററിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ആസ് പെർ HSN UKC and quantity shall be auto populated. അങ്ങനെ നമ്മുടെ മാസ്റ്ററിൽ അത് ചെയ്ത് വെച്ചിട്ടുള്ളത് സെർച്ച് ചെയ്യാൻ പറ്റും. ഇത് ഒരു ഓപ്ഷണൽ ഫങ്ഷനാലിറ്റിയാണ്. നമ്മൾ മാസ്റ്ററിൽ സേവ് ചെയ്ത് വെക്കണം എന്നില്ല, അതൊരു ഓപ്ഷണലാണ്. ബാക്കി ആ ഒരു സ്പ്ലിറ്റപ്പ് B2B B2C B2B 5 കോടിക്ക് താഴെയുള്ളവർ 5 കോടിക്ക് മുകളിലുള്ളവർ B2Bക്കും B2Cക്കും സെപ്പറേറ്റ് ആയി തന്നെ HSN കോഡ് എൻ്റർ ചെയ്ത് വാലിഡേഷൻ ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. അതുപോലെ നമ്മുടെ അപ്ഡേറ്റഡ് ലിസ്റ്റ് ഒരു HSN കോഡിന്റെ ലിസ്റ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാസ്റ്ററിൽ സെർച്ച് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓപ്ഷണൽ ഫങ്ഷനാലിറ്റി ആണ്. ഇത്രയാണ് HSN കോഡിന്റെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് മറ്റൊരു മാറ്റം വന്നിട്ടുള്ള ടേബിൾ 13 ആണ്. നമുക്കറിയാം നമ്മൾ ഇതൊക്കെയാണോ ഡോക്യുമെന്റ്സ്, ഇൻവോയ്സ് ഡീറ്റെയിൽസ്, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, അഡ്വാൻസ് റെസിപ്റ്റ്സ്, അങ്ങനെ എല്ലാ ഡോക്യുമെന്റ്സും
നമ്മൾ നമ്പർ വെച്ച് ഡിക്ലെയർ ചെയ്യുന്നത് ടേബിൾ 13ലാണ്. അപ്പോൾ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം, നമ്മൾ എന്തെങ്കിലും ഔട്ട്വേർഡ് ഡീറ്റെയിൽസ് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ B2B ആയിട്ടോ B2C ആയിട്ടോ ഔട്ട്വേർഡ് സപ്ലൈസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ടേബിൾ 13ൽ അത് ഉറപ്പായിട്ട് കാണിക്കണം. അത് എംപ്റ്റി ആകുകയാണെങ്കിൽ നമുക്ക് എറർ മെസ്സേജ് വരും, നമുക്കത് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു മാറ്റം കൂടി ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ഇൻ ടേബിൾ 13 ഓഫ് GSTR 1(1)A which requires taxpayers to provide details of document issued is now mandatory from May 2025 return period. Taxpayers will no longer be able to leave this table blank. ഈ ടേബിൾ ബ്ലാങ്ക് ആയിട്ട് ഇടാൻ സാധിക്കില്ല. and proceed with filing their returns. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ആ ഒരു ഔട്ട്വേർഡ് ഡീറ്റെയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഡോക്യുമെന്റ് ഇഷ്യൂഡും കാണിച്ചാൽ മാത്രമേ റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇടാൻ സാധിക്കില്ല. ഇഫ് B2B or B2C സപ്ലൈസ് ആർ റിപ്പോർട്ടഡ് ഇൻ എനി ടേബിൾ ഓഫ് GSTR 1ലോ 1Aലോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്ലാങ്ക് ആയിട്ട് ഇട്ടുകയാണെങ്കിൽ നമ്മൾക്കൊരു എറർ മെസ്സേജ് വരും എന്നാണ് ഈ ഒരു അഡ്വൈസറിയിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ഇത്ര മാറ്റങ്ങളാണ് മെയ് 2025 റിട്ടേൺ നമ്മളിപ്പോൾ ജൂണിൽ ഫയൽ ചെയ്യാനായി തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതും അതിനനുസരിച്ച് ഫയൽ ചെയ്യേണ്ടതും. ഇനി നമ്മൾക്ക് മറ്റൊരു കാര്യം കൂടി ഇവിടെ നോക്കേണ്ടതായിട്ടുണ്ട്, അതായത് റൂൾ 59. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ച് ചോദിച്ചത് ഈ ഒരു മാറ്റം എല്ലാ B2Bക്കും B2Cക്കും HSN കോഡ് ഞാൻ ഡിക്ലെയർ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സംശയം നമ്മളുടെ മനസ്സിൽ നിലനിൽക്കുന്നത്. അപ്പോൾ റൂൾ 59ൽ അമെൻമെന്റ് കൊണ്ടുവരാതെ നമ്മൾക്ക് ഇങ്ങനെ B2Cക്കും B2Bക്കും മാൻഡേറ്ററി ആയി നൽകണം എന്ന് നമ്മൾക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പോഴും 78/2020 എന്ന നോട്ടിഫിക്കേഷന്റെ ബേസിസിൽ തന്നെയാണ് ഈ ഒരു അഡ്വൈസറിയും GST പോർട്ടലിലെ മാറ്റങ്ങളും കൊണ്ടുവന്നിരിക്കുന്നത്. റൂൾ 59(4) പറഞ്ഞിട്ടുണ്ട്, ദ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഫോർ ബോത്ത് ഫർണിഷ്ഡ് ഇൻ GSTR 1 ഷാൾ ഇൻക്ലൂഡ് ദി ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് ഓഫ് all intrastate and intrastate supplies made to the registered person and intrastate supplies with invoice value more than 1 lakh rupees made to unregistered person. അപ്പോൾ നമ്മൾ ആരെയാണ് പറഞ്ഞിട്ടിരിക്കുന്ന രജിസ്റ്റേർഡ് പേഴ്സൺ ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് ഓഫ് ആൾ ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറയുന്നത് രജിസ്റ്റേർഡ് പേഴ്സൺസിനാണ്. consolidated details of all intrastate supplies made to unregistered person. അപ്പോൾ റൂൾ 59 വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കൺസോളിഡേറ്റഡ് ഡീറ്റെയിൽസ് അൺരജിസ്റ്റേർഡ് പേഴ്സണിന് കൊടുക്കുക, ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് രജിസ്റ്റേർഡ് പേഴ്സണിന് കൊടുക്കുക എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ 1,00,000 മുകളിലാണെങ്കിൽ അവിടെ ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് കൊടുക്കണം B2C ലാർജിൽ. അപ്പോൾ ഇത് വ്യക്തമായി റൂൾ 59ൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 78/2020 ആ ഒരു നോട്ടിഫിക്കേഷനെ ബേസ് ചെയ്ത് തന്നെ 5 കോടിക്ക് താഴെയാണെങ്കിൽ B2Bക്ക് മാത്രവും 5 കോടിക്ക് മുകളിലാണെങ്കിൽ B2Bക്കും B2Cക്കും HSN കോഡ് സെപ്പറേറ്റ് എൻട്രി ചെയ്ത് വാലിഡേറ്റ് ചെയ്യേണ്ടതാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത് GST പോർട്ടൽ എങ്ങനെയാണ് അതിന്റെ മാറ്റങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നുകൂടി പരിശോധിക്കാം. ഇതാണ് HSN ടേബിൾ ടൂൾ. ഇവിടെ B2B സപ്ലൈസ് ഉണ്ട്, ഇവിടെ B2C സപ്ലൈസ് ഉണ്ട്. ഇവിടെ വ്യക്തമായി നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. പ്ലീസ് സെലക്ട് HSN ഫ്രം ദി സെർച്ച് റിസൾട്ട്സ് ഇൻ ഡ്രോപ്പ് ഡൗൺ ഓൺലി. മാനുവൽ എൻട്രി ഓഫ് HSN വിൽ നോട്ട് ബി അവൈലബിൾ. മാനുവൽ ആയിട്ട് എൻട്രി ചെയ്യുന്നത് അവൈലബിൾ ആവില്ല. ഡിസ്ക്രിപ്ഷൻ കനോട്ട് ബി എൻറ്റേർഡ് മാനുവൽ അണ്ടർ ഡിസ്ക്രിപ്ഷൻ. ഇവിടെ നമുക്ക് മാനുവൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ അടിച്ചു കൊടുക്കാൻ പറ്റില്ല. നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഡിസ്ക്രിപ്ഷൻ ഈ ഫീൽഡിൽ മാത്രമേ അടിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ B2C സപ്ലൈസിനും ഉണ്ട്, B2B സപ്ലൈസിനും ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഒരു 847 ഇതൊരെണ്ണം അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പണ്ട് നമ്മൾ ഇതുവരെയും ഫയൽ ചെയ്തുകൊണ്ടിരുന്നത് ഡിസ്ക്രിപ്ഷൻ ഇല്ലാതെ. അപ്പൊ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നല്ല സെലക്ട് ചെയ്യുന്നെങ്കിൽ ഇവിടെ ഒന്നും തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് ഹൈലൈറ്റ് ആവില്ല. നിങ്ങൾക്ക് കാണാം അവിടെ ഒന്നും ഹൈലൈറ്റ് ആവില്ല. ഈ ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന്
സെലക്ട് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് ഹൈലൈറ്റ് ആവൂ. ഇതാണ് ഒരു മേജർ ചേഞ്ച്. ഈ ഡിസ്ക്രിപ്ഷൻ ആസ് പെർ HSN കോഡ് എന്നുള്ള ഇവിടെ നമ്മൾക്ക് ഒന്നും തന്നെ എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിലെ മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു ഡൗൺലോഡ് HSN കോഡ് ലിസ്റ്റ് അതും കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു അപ്ഡേറ്റഡ് ലിസ്റ്റ് HSN കോഡിൻ്റെത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് ഓൺലി ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് മാത്രമേ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതൊരു മേജർ ചേഞ്ച് ആണ്. സെയിം തന്നെയാണ് നമ്മൾ B2Cയിലും നമ്മൾ ഈ രീതിക്ക് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഈ അവിടെ ഒരു പ്രോഡക്റ്റ് ഇൻ മാസ്റ്ററിൽ നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് സെർച്ചിങ് ഓപ്ഷനും കൂടി ഇവിടെ സെർച്ച് നമ്മൾ മാസ്റ്ററിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സെർച്ച് ചെയ്താൽ അത് ഡിസ്പ്ലേ ആവും. നേരത്തെ ആ ഒരു സെർച്ച് ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ രണ്ട് വാലിഡേഷൻ B2Bയും B2C സപ്ലൈസും ഈ രീതിക്കാണ് പോർട്ടലിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്കിതിൽ ടേബിൾ 13 എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ടേബിൾ 13 വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഒരു എൻട്രി ഔട്ട്വേർഡ് ഡീറ്റെയിൽസിൽ ഒരു എൻട്രി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സപ്പോസ് ഇവിടെ നമ്മൾ ആ ഒരു B2B ഡീറ്റെയിൽ അടിച്ചു കൊടുത്തു. എക്സാമ്പിൾ ഇൻവോയ്സ് നമ്പർ 1 എന്ന് ഞാൻ അടിച്ചു. 1/5/2025. അപ്പോൾ ഇൻവോയ്സ് വാല്യൂ ഞാൻ 10 എന്ന് അടിക്കുവാണ്. അതിന്റെ ടാക്സ് റേറ്റ് ഇതാണ്. ഞാൻ ഒരു B2B ട്രാൻസാക്ഷൻ എൻറ്റർ ചെയ്തത്. ഇത് ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തു. നമ്മൾ GSTR 1 പോയി. ഞാൻ ഈ രണ്ട് ടേബിളിലും ഡീറ്റെയിൽ ഒന്നും ഡിക്ലെയർ ചെയ്യുന്നില്ല. എന്നിട്ട് ഞാൻ ജനറേറ്റ് സമ്മറി കൊടുക്കുന്ന സാഹചര്യത്തിൽ എറർ ഇൻ പ്രൊസീഡ് ടു ഫയൽ എന്ന് കാണിക്കും. എന്ത് എററാണ്? HSN വൈസ് B2B സപ്ലൈസ് ആർ നോട്ട് റിപ്പോർട്ടഡ്. ഇവിടെ HSN ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതിന്റെ എററും കാണിക്കും. അതോടൊപ്പം തന്നെ പ്ലീസ് എൻ്റർ ഡീറ്റെയിൽസ് ഇൻ ടേബിൾ 13 ബിഫോർ ജനറേറ്റിംഗ് സമ്മറി. നമ്മൾ ഇവിടെ എന്തെങ്കിലും ടൈപ്പ് ചെയ്താലോ അല്ലെങ്കിൽ ഇവിടെയോ B2Cയിലായാലും B2Bയിലായാലും ഔട്ട്വേർഡ് ഡീറ്റെയിൽസ് സപ്ലൈ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ടേബിൾ 13 നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഫയൽ ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു എറർ ഒക്കേർഡ് ആവും. അപ്പോൾ നമുക്കതൊരു എൻ്റർ ചെയ്തിട്ട് നോക്കാം ഇത് ശരിയാകുന്നു എന്ന്. നമ്മളവിടെ ഒരു ഡോക്യുമെന്റ് എൻ്റർ ചെയ്തു. ഇനി ജനറേറ്റ് സമ്മറി കൊടുക്കുമ്പോൾ നമ്മൾക്കത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഡീറ്റെയിൽ ജനറേറ്റ് ആവും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് മെയ് മാസത്തിലെ റിട്ടേൺ നമ്മൾ ജൂണിൽ ഇപ്പോൾ GSTR 1 ചെയ്യാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ ഉൾക്കൊള്ളേണ്ടത്. പിന്നെ നമ്മൾ ഒന്നും കൂടി സമ്മപ്പ് ചെയ്യുവാണെങ്കിൽ
നമ്മുടെ HSN കോഡിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. B2B വാലിഡേഷൻ എന്നും B2C വാലിഡേഷൻ എന്നും. അതിൽ രണ്ട് വാലിഡേഷനും B2Bയും B2Cയും വേണ്ടത് 5 കോടിക്ക് മുകളിലുള്ളവർക്ക് ടേൺ ഓവറുള്ള ടാക്സ് പേയേഴ്സിനാണ്. 5 കോടിക്ക് താഴെയുള്ള ടാക്സ് പേയേഴ്സ് B2Bക്ക് മാത്രം നമ്മൾ HSN കോഡ് എൻട്രി ചെയ്താൽ മതി. അതിൽ HSN കോഡ് എൻട്രി ചെയ്യേണ്ടതിൻ്റെ മാറ്റം നമ്മൾ വ്യക്തമായി കണ്ടു. ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഡിസ്ക്രിപ്ഷൻ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ 13 എന്നുള്ള ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ടേബിളിൽ വ്യക്തമായും നമ്മൾ ഔട്ട്പുട്ട് ഡീറ്റെയിൽസിന്റെ ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് എൻട്രി ചെയ്താൽ മാത്രമേ ജനറേറ്റ് സമ്മറി നമുക്ക് കറക്റ്റ് ആകുകയും അതുപോലെ തന്നെ റിട്ടേൺ ഡീറ്റെയിൽ ജനറേറ്റ് ആകുകയും ഫയൽ ചെയ്യാനും സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ നാം നേരത്തെ കണ്ടതുപോലെയുള്ള എറർ മെസ്സേജ് ഡിസ്പ്ലേ ആവും. അപ്പോൾ ഈ ഒരു വളരെ വാല്യുബിൾ ആയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാം ഏറെ ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വാല്യുബിൾ ഇൻഫർമേഷനുമായിട്ട് വരുന്നത് വരെയും നന്ദി, നമസ്കാരം.